ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. പെട്ടിപൊട്ടിക്ക് മുൻപേ കോൺഗ്രസിലെ കസേര ചർച്ച കൈവിട്ട കളിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ചെന്നിത്തലയാണ് യോഗ്യനെന്ന് സൂചിപ്പിച്ച് കെ സുധാകരൻ തുടങ്ങിവെച്ച ചർച്ചയ്ക്ക് KCയെ പിന്തുണച്ച് സുധാകരൻ തന്നെ ട്വിസ്റ്റുണ്ടാക്കി. പിന്നാലെ ചേരിതിരിഞ്ഞ നേതാക്കളും. VD സതീശനെ വനവാസത്തിന് വിടാനുള്ള ധൃതി ആർക്കെന്ന് സംശയിക്കാവുന്ന തരത്തിലുള്ള തർക്കമാണിപ്പോൾ. പൊതുമധ്യത്തിൽ പരിഹാസ്യരാകുമെന്ന് വിശദീകരിച്ച് മുന്നറിയിപ്പ് നൽകുമ്പോഴും നേതാക്കൾ തന്നെ നേതാക്കളെ ഉയർത്തിക്കാട്ടുകയും അണിയറ നീക്കങ്ങൾ സജീവമാക്കുകയും തന്ത്രങ്ങൾ മെനയുകയും ചെയ്യുന്ന കാഴ്ച. ഉൾപാർട്ടി ജനാധിപത്യം അഭിപ്രായ സ്വാതന്ത്ര്യമെന്നും പറയുന്ന പതിവ് ന്യായത്തോട് കൂട്ടിക്കെട്ടാവുന്നതല്ല നിലവിലെ തർക്കങ്ങളും അതിരുവിട്ട അഭിപ്രായ പ്രകടനങ്ങളും. വോട്ട് ചെയ്ത ജനത്തെ കളിയാക്കരുതെന്നേ പറയാനുള്ളൂ. ഗ്രൂപ്പ് ഡാൻസ് തുടങ്ങിയോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ രാഷ്ട്രീയ നിരീക്ഷകരായി ശ്രീ ജോർജ് പൊടിപ്പാറ, ശ്രീ NP ചെക്കുട്ടി, ശ്രീ നിസാം സേഠ്, ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവരാണുള്ളത്. ആദ്യം ഞാൻ പോകുന്നത് ശ്രീ ജോർജ് പൊടിപ്പാറയിലേക്കാണ്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇനിയൊരു ഗ്രൂപ്പ് ഡാൻസ് ആണ് വേണ്ടത് എന്ന്, അതായത് ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള സിംഗിൾ ഡാൻസ് വേണ്ട, ഗ്രൂപ്പ് ഡാൻസ് ആണ് വേണ്ടതെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ഒരുമിച്ച് നിൽക്കുക എന്ന അർത്ഥമായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ ആണല്ലോ ഉള്ളത്. അപ്പോൾ അങ്ങനെ വിവിധ ഗ്രൂപ്പുകളുടെ ഡാൻസ് ആണോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ സ്മൃതി, രാഹുൽ ഗാന്ധി ഇതൊക്കെ മുൻകൂട്ടി കണ്ടാണ് ആ തിരുവനന്തപുരം സമ്മേളനത്തിൽ പറഞ്ഞത്. അതായത് സംഘനൃത്തം അല്ല വേണ്ടത്, സംഘനൃത്തമാണ് കോൺഗ്രസിന് ഇപ്പൊ ആവശ്യം. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഓരോരുത്തരും നേതാക്കൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇങ്ങനെ നൃത്തം ചെയ്താൽ അത് കാണാൻ ആളുണ്ടാവില്ല. മാത്രമല്ല, അത് താളം പിഴയ്ക്കാനുള്ള പിഴയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ നിർണായക ഘട്ടത്തിൽ പാർട്ടിയും അതുപോലെ തന്നെ മുന്നണിയും ഏറ്റവും സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ഈ വൺമാൻ ഷോ കൊണ്ടോ കൊണ്ട് അല്ലെങ്കിൽ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഒരു ലക്ഷ്യത്തിലേക്ക് ചുവടുവെക്കുന്നതിന് പകരം ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചുവടുവെച്ച് അവരുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന രീതി അത് ഗുണം ചെയ്യില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിനർത്ഥം. കുറച്ച് ദിവസം ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ വലിയ പ്രശ്നമൊന്നുമില്ല. അതിന് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വലിയ അലമ്പില്ലാതെ പോകും. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഒരറ്റത്ത് നിന്ന് തുടക്കം ഇട്ടത് കെ സുധാകരനാണ്. അദ്ദേഹം ആദ്യം പറഞ്ഞത്, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം വളരെ സീനിയറാണ്. പ്രത്യേകിച്ച് ഡൽഹി ചർച്ചകളിൽ ആ ഘട്ടത്തിൽ സുധാകരനൊപ്പം നിൽക്കാനും അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ ചെല്ലാനും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനും ഒക്കെ സുധാകരൻ രമേശ് ചെന്നിത്തല കുറച്ച് കൂടുതൽ സ്നേഹപ്രകടനം അവിടെ നടത്തി. അദ്ദേഹത്തെ പലവട്ടം കണ്ടു, ഫോണിൽ വിളിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തോടുള്ള ഒരു സ്നേഹം തിരിച്ചുണ്ടാവുന്നത് അതിനകത്ത് അത്ഭുതപ്പെടാനില്ല. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ പുറത്തു വന്നത്. പക്ഷെ ഇന്നലെയൊക്കെ ചെയ്തത് അദ്ദേഹം പരസ്യമായിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്. ഇതിനു മുമ്പ് തന്നെ നേതാക്കൾ കൃത്യമായി പറഞ്ഞു, 4-ാം തീയതി പെട്ടിപ്പൊട്ടിക്കുന്നത് വരെ മുഖ്യമന്ത്രി ആര് എന്ന് നോക്കേണ്ട കാര്യമില്ല. ഡോണ്ട് കൗണ്ട് ദി ചിക്കൻസ് ബിഫോർ ദേ ആർ ഹേച്ച്ഡ്. അതായത് മുട്ട വിരിയുന്നതിന് മുമ്പ് കോഴിക്കുഞ്ഞുങ്ങളെ എണ്ണാൻ നോക്കുന്നതുകൊണ്ട് കാര്യമില്ല. കോൺഗ്രസിന്റെ ഒരു സംവിധാനമുണ്ട്, ഹൈക്കമാൻഡ് ഉണ്ട്. ആ ഹൈക്കമാൻഡ് നിയമസഭാ കക്ഷി വിളിച്ചുകൂട്ടി അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഒരു കൺസെൻസസിലെത്തി. അങ്ങനെയാണ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്ന പരമ്പരാഗത രീതിയെ കുറിച്ചൊക്കെ പലവട്ടം KPCC പ്രസിഡന്റും അതുപോലെ തന്നെ ഇപ്പോ വിവാദ പുരുഷന്മാരായിട്ടുള്ള ആളുകളും ഒക്കെ അണികളെ ഓർമ്മിപ്പിച്ചതാണ്. പക്ഷെ എല്ലാവർക്കും വേണ്ടപ്പെട്ടവര്, ഉദാഹരണത്തിന് പല MLA മാരും, നമ്മളാരും വിചാരിക്കാത്ത പലരും പോലും ഇപ്പോ മാത്യു കുഴൽനാടനെ പോലെ, അതുപോലെ തന്നെ അങ്കമാലി MLA റോജി M ജോണിന് പോലെ, അതുപോലെ തന്നെ സന്ദീപ് വാര്യരെ പോലെ, അങ്ങനെ ഈവൻ എന്തിന് ചിറയൻകീഴിലെ സ്ഥാനാർത്ഥി പോലും, വനിതാ സ്ഥാനാർത്ഥി പോലും ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്ന കാഴ്ച കണ്ടു. ഇതിനൊക്കെ അപ്പുറത്തായിരുന്നു നമ്മളൊക്കെ ഒരുപാട് ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളം കോൺഗ്രസ് ഒരുപാട് നെഞ്ചിലേറ്റിയ കെ സുധാകരൻ വളരെ കൃത്യമായിട്ട് KC വേണുഗോപാലിന് അനുകൂലമായിട്ട് ഒരു നിലപാടുമായിട്ട് വലിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. വലിയൊരു ട്വിസ്റ്റ് ആയിപ്പോയി. അവിടുന്നാണ് പിന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു ആസൂത്രിത, KC വേണുഗോപാൽ ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹം വളരെ നിഷ്കളങ്കമായിട്ടാണ് പറയുന്നത്. ഇതൊന്നും ഇപ്പൊ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല, അതൊക്കെ അതിൻ്റെതായ പാർട്ടിയുടെ പരമ്പരാഗതമായ അല്ലെങ്കിൽ പാർട്ടിയുടെ വ്യവസ്ഥാപിതമായ രീതിയിലൂടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളിലൊന്നും ഈ അണികള്, സോഷ്യൽ മീഡിയ അല്ല, എന്റെ നിലപാട് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ മീഡിയ അല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതൊക്കെ അദ്ദേഹം പറയുന്നു. ആരും ഇക്കാര്യത്തിൽ പരസ്യ പ്രസ്താവന നടത്തേണ്ട കാര്യമില്ല. അത് പാർട്ടിയുടെ ലൈനല്ല. പാർട്ടി അത് അംഗീകരിക്കുന്നില്ല, ഞാൻ അംഗീകരിക്കുന്നില്ല. അപ്പൊ രമേശ് ചെന്നിത്തല ഒന്നുകൂടി കടത്തി പറഞ്ഞു, ഞാൻ അടക്കം അത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത് ശരിയല്ല, അത് മോശമായ രീതിയാണ്, അങ്ങനെ അല്ല വേണ്ടത് എന്ന് പറഞ്ഞു.
ശരി, ഇത് എന്തായാലും പൊതുമധ്യത്തിൽ വി ഡി ചർച്ച സതീശൻ ചെയ്യരുത്, ജനമധ്യത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല എന്ന് പറയുന്നവർ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത് ചർച്ചയ്ക്ക് വെക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. അതാണ് അതാണ് ഇന്നത്തെ മനസ്സിലാക്കേണ്ടത്. യാഥാർത്ഥ്യം. അതെ, ശ്രീ എൻ പി ചെക്കുട്ടി. അതാണ് അതെ, ശ്രീ എൻ പി ചെക്കുട്ടി, ഇപ്പോൾ കെ സുധാകരൻ പല സമയത്ത് നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങൾ നമുക്കറിയാം. കെ സുധാകരൻ പല സമയത്ത് നടത്തിയ പ്രതികരണങ്ങൾ മാധ്യമങ്ങൾ വിടാതെ മൈക്കുമായി ചെല്ലുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് വരുന്ന അബദ്ധങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പിന്നീട് നമുക്കറിയാം വി ഡി സതീശനും കെ സുധാകരൻ നടത്തിയിരുന്ന വാർത്താ സമ്മേളനങ്ങളിൽ പരസ്പരം അവർക്കിടയിൽ ഒരു ഐക്യമില്ല എന്ന് തോന്നിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായിട്ടുണ്ട്. അതൊക്കെ കുറച്ചു കാലം മുൻപായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നടന്നിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ കെ സുധാകരൻ വളരെ വിശദമായി തന്നെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൽ കെ സി വേണുഗോപാൽ എന്ന നേതാവ് വരേണ്ടതിന്റെ ആവശ്യകതയെ ചൂണ്ടിക്കാണിച്ചുള്ള പോസ്റ്റാണ്. അത് കെ സുധാകരൻ തന്നെ അടിച്ചിട്ട പോസ്റ്റാണ് എന്നൊന്നും നമ്മൾ കരുതേണ്ടതില്ല. പക്ഷെ എന്നാലും കെ സുധാകരൻ എന്ന മുൻ KPCC പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന മെസ്സേജായി അത് കാണേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഈ ഘട്ടത്തിൽ ഇനി 18 ദിവസമേ ഉള്ളൂ പെട്ടിമുട്ടിക്കാൻ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നേതാക്കൾ നടത്തുന്ന ഈ പ്രതികരണങ്ങൾ കോൺഗ്രസിന്റെ ഏത് തരത്തിലുള്ള ഐക്യത്തെയാണ് സൂചിപ്പിക്കുന്നത്, ശ്രീ എൻ പി ചെക്കുട്ടി? അല്ല, ഇതിലെ ഒരു കാര്യമുള്ളത്, കോൺഗ്രസ്സിൽ എല്ലാ കാലത്തും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സുധാകരൻ ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയ സംഗതി അല്ല ഇത്. കോൺഗ്രസ്സിൽ ആദ്യമായിട്ടാണോ ഇത്തരത്തിലുള്ള നേതൃത്വത്തെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഉണ്ടാവുന്നത്? അതിൻ്റെ പേരിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണോ? പല കാലങ്ങളിൽ അതുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു ട്രഡീഷണൽ രീതിയാണ് ഇത്തരം കാര്യങ്ങൾ പരസ്യമായിട്ട് ചർച്ച ചെയ്യുക, പരസ്യമായിട്ട് അതിൻ്റെ പേരിൽ ബഹളം ഉണ്ടാക്കുക, തമ്മിലടിക്കുക എന്നുള്ളതൊക്കെ. അത് പക്ഷേ ഒരു ജനാധിപത്യ പാരമ്പര്യം കൂടിയാണ്. കാരണം അഭിപ്രായ വ്യത്യാസങ്ങളിൽ നമ്മൾ മൂടി വയ്ക്കുന്നതിനേക്കാൾ അത് പരസ്യമായിട്ട് ചർച്ച ചെയ്യുന്നതിന് അതല്ല. പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രശ്നം, ഒരു കൈവിട്ട കളിയാവുന്ന സമയത്ത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തമ്മിലടിക്കുകയും മന്ത്രിസഭനെ രൂപീകരിക്കുന്നതിന് തടസ്സം വരികയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം, അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാവുമോ എന്ന് മാത്രമാണ് ആലോചിക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴേ സുധാകരനെ പോലുള്ള ഒരാൾക്ക് എത്രത്തോളം സ്വാധീനമുണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിനകത്ത്? സുധാകരൻ അഭിപ്രായം ഉണ്ടാവും താൻ പറയുന്ന ആൾ വരണമെന്ന്. പക്ഷേ സുധാകരനെ KPCC പ്രസിഡന്റാക്കി നിർത്തി, പിന്നീട് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി. സുധാകരൻ ആ സമയത്ത് അത് അത്ര സന്തോഷത്തോടുകൂടിയല്ല മാറിയത്. സുധാകരൻ മാറേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് കേരളത്തിൽ ആകാശം ഇടിഞ്ഞു വീണതൊന്നുമില്ല. അതിനുശേഷം സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഡൽഹിയിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി. തനിക്ക് ഇത്തവണ അസംബ്ലിയിലേക്ക് മത്സരിക്കണം, ലോക്സഭാ അംഗങ്ങൾ മത്സരിക്കാൻ പാടില്ല എന്ന് AICC ഹൈക്കമാൻഡ് തീരുമാനമെടുത്ത സമയത്ത് സുധാകരൻ അതിനെ എതിർക്കാൻ ശ്രമിച്ചു. എന്നിട്ടെന്തുണ്ടായി? പുറത്ത് വന്നതോടുകൂടി സുധാകരൻ അദ്ദേഹത്തിന് പത്തി താത്തേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കോൺഗ്രസിനകത്ത് ഇത്തരത്തിലുള്ള ഭിന്നതകളെ നേരിടാനുള്ള, ഇത്തരത്തിലുള്ള ഭിന്നതകളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ആഭ്യന്തരമായിട്ടുള്ള സംവിധാനം ഉയർന്നു വന്നിട്ടുണ്ട്. ആന്റണിയും കരുണാകരനും ഒക്കെ തമ്മിലടിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു ശക്തമായ ഹൈക്കമാൻഡിൻ്റെ സ്വാധീനം പലപ്പോഴും ഉണ്ടായിരുന്നില്ല. അവർ തമ്മിലടിക്കുക, പിന്നീട് തമ്മിലടിച്ച് അവസാനിക്കുക എന്നുള്ള മത്സരങ്ങൾ വീഴുക എന്നുള്ളതൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതല്ല. കഴിഞ്ഞ ഒരു 10-20 വർഷങ്ങൾക്കിടയിൽ പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കലായിട്ട് ഒരു പൊസിഷൻ അസർട്ട് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം കോൺഗ്രസിന് ഹൈക്കമാൻഡിൽ കൃത്യമായിട്ടൊരു സമീപനമുണ്ട്. ഈ ഇത്തരം പ്രതിസന്ധികളെ, സംസ്ഥാനങ്ങളിലുണ്ടാകുന്ന പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യുന്നതിന് അവരൊരു രീതി അവലംബിച്ചിട്ടുണ്ട്. അത് രാജസ്ഥാനായാലും ശരി, പിന്നെ കർണാടക ആയാലും ശരി, തെലുങ്കാനയായാലും ശരി, അത്തരം സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ധാരാളം താല്പര്യമുള്ള ആളുകളുണ്ടായിരുന്നു, ധാരാളം ഭിന്നതകളുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ പിന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് സർക്കാരുകൾ രൂപീകരിക്കാനും കാര്യങ്ങൾ ഈ തർക്കത്തിൽ ഒരു കക്ഷി എന്നുള്ള രൂപത്തിൽ ഒരു പേര് വരുന്നത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്, KC വേണുഗോപാലാണ്. ഹൈക്കമാൻഡിന്റെ ഭാഗമായി നിൽക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ പറയുന്ന അങ്ങ് പറഞ്ഞ രാഹുൽ ഗാന്ധിയോട് ഏറ്റവും അടുത്ത നേതാവ് കൂടിയാണ്. അപ്പോൾ KCയും ഈ റേസിലുണ്ട് എന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു. KC അത് പരസ്യമായി പറയുന്നില്ല എങ്കിൽ കൂടി ഞാൻ അതിലില്ല എന്ന് അദ്ദേഹം പറയുന്നില്ലല്ലോ. അദ്ദേഹമുണ്ട് എന്ന് തോന്നലുണ്ടാക്കുന്ന പ്രതികരണങ്ങൾ മറ്റു നേതാക്കളിൽ നിന്നും ഫേസ്ബുക്ക് പോസ്റ്റായും പ്രതികരണങ്ങളായും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ MP മാർ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം തെരഞ്ഞെടുപ്പിന് മുൻപ് തീരുമാനിക്കുകയും തെരഞ്ഞെടുപ്പാനന്തരം ഒരു MP അടുത്ത ഘട്ടത്തിൽ മത്സരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിൽ കേരളത്തിലുണ്ടോ, ശ്രീ എൻ പി ചെക്കുട്ടി? അല്ല, അങ്ങനെയൊരു കേരളത്തിലെ ഏതാണ്ട് 5-6 MP മാർ, വളരെ ശക്തരായിട്ടുള്ള MP മാരും പിന്നെ ഈ താല്പര്യങ്ങൾ പ്രകടിപ്പിച്ചു. സുധാകരന് താല്പര്യം ഉണ്ടായിരുന്നു, MK രാഘവന് താല്പര്യം ഉണ്ടായിരുന്നു,
പിന്നെ ശശി തരൂരിന് താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ധാരാളം എം പിമാർ ആ ആഗ്രഹം പ്രകടിപ്പിച്ചതാണ് കേരളത്തിലേക്ക് രാഷ്ട്രീയമാണ് മുഖ്യമന്ത്രി സ്ഥാനം തന്നെയായിരുന്നു. അപ്പോൾ അവരെക്കാളൊക്കെ കവിഞ്ഞ് ഈ KC വേണുഗോപാലിന് അദ്ദേഹം യഥാർത്ഥത്തിൽ മത്സരിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇനി തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം ഹൈക്കമാൻഡിൽ നിന്ന് ഇവിടെ നൂലിൽ കെട്ടി ഇറക്കിയിട്ട് ഒരു MLA ആയിട്ട് മത്സരിച്ച് ജയിച്ചു വരാൻ മാത്രമുള്ള രാഷ്ട്രീയ സ്വാധീനം ഇന്ന് കേരളത്തിൽ ഹൈക്കമാൻഡിൽ അദ്ദേഹത്തിനുണ്ടോ? കേരളത്തിൽ KC വേണുഗോപാലിനുണ്ടോ? അത് വളരെ ഒരു അസാധാരണമായിട്ടൊരു സാഹചര്യം ഉണ്ടാക്കുക. കേരളത്തിൽ കോൺഗ്രസിന് ലീഡർഷിപ്പ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. കേരളത്തിൽ കരുത്തരായിട്ട് നേതാക്കന്മാരില്ലാത്തൊരു സന്ദർഭമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ പ്രതിപക്ഷ നേതാവായിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്ന നേതാക്കളുടെ പ്രതികരണങ്ങൾ, ഫേസ്ബുക്ക് പോസ്റ്റായി വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. നേതാക്കന്മാർക്ക് ഹൈക്കമാൻഡിൽ സ്വാധീനമുള്ള നേതാക്കന്മാരെ ഒട്ടി നിൽക്കുക ഇത് കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യമാണ്, കോൺഗ്രസിൻ്റെ ഒരു രീതിയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് ഏറ്റവും യുവതലമുറയിൽപ്പെട്ട ആളുകൾ, പഴയ നേതാക്കന്മാർ, ഇപ്പോൾ PJ കുര്യൻ മുതൽ ഈ പിന്നെ സുധാകരൻ വരെയുള്ള ആളുകൾ, അവരുടെ കോൺഗ്രസിൻ്റെ പാരമ്പര്യം ഇതാണ്, അവരതേ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ഷിയാസിനെ പോലെ എറണാകുളത്ത് DCC പ്രസിഡന്റ്, അതേ യങ്ങർ ജനറേഷനുള്ള ഒരു ഒന്നാന്തരം നേതാവാണ്. ഷിയാസിനെ പോലുള്ള ആളുകൾ, റോജി M. ജോണിനെ പോലുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഈ ചക്കളത്തി പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെ മറ്റേ കുഴൽനാടനെ പോലെ ആളുകൾ അവർ അങ്ങനെ ഒരു രീതിയിലേക്ക് വരുമ്പോൾ തീർച്ചയായും അവർ കോൺഗ്രസിലെ മലിനമായ പാരമ്പര്യങ്ങളെ, കോൺഗ്രസ് അല്ലാതാക്കിയ, കോൺഗ്രസിനെ കേരളത്തിൽ ഒന്നുമല്ലാതാക്കിയ പാരമ്പര്യങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ഈ യുവതലമുറ കൊണ്ടുവരുന്ന സമയത്താണ് നമുക്കൊരു സങ്കടം വരുന്നത്. തീർച്ചയായും അതുകൊണ്ടൊന്നും കേരളത്തിലൊരു ലീഡർഷിപ്പ് ഇല്ലാതെ വരില്ല. കേരളത്തിലെ MLA-മാരിൽ ആർക്കാണോ കൃത്യമായിട്ടുള്ള പിന്നെ എഡ്ജുള്ളത്, ആർക്കാണോ സ്വാധീന ശക്തി ഉള്ളത്, അവർ തന്നെയാണ് മുഖ്യമന്ത്രിയായിട്ട് വരിക. അല്ലാതെ ആകാശത്ത് നിന്നോ ഡൽഹിയിൽ നിന്നോ ഒരാളെ നൂലിൽ കെട്ടി ഇറക്കിക്കൊണ്ട് കേരളത്തിൽ ഭരണം പിടിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ UDF-ന് പിന്തുണ കൊടുക്കുന്ന ജനങ്ങൾ തന്നെ അവരെ പുറത്ത് കളയും എന്നതും നമ്മൾ മനസ്സിലാക്കണം. കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അങ്ങനെ സാധ്യമല്ല യഥാർത്ഥത്തിൽ. ശരി, ശ്രീ നിസാം സെയ്ദ്, ഈ 10 വർഷത്തെ മടുപ്പ്, ജനങ്ങളുടെ മടുപ്പിന് പരിഹാരമായിതാ ഞങ്ങൾ വരുന്നു എന്ന വാഗ്ദാനമാണല്ലോ കോൺഗ്രസ് നടത്തിയിരുന്നത്. ആ വാഗ്ദാനം വിശ്വസിച്ചുകൊണ്ട് ജനം വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 100-ലധികം സീറ്റ് നേടി വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ്. നമുക്കറിയില്ല എത്ര സീറ്റുകൾ നേടുമെന്നും വിജയിക്കുമോ എന്നുകൂടി നമുക്കറിയില്ല. ഇനിയുണ്ടല്ലോ 18 ദിവസം. അതിനിടയ്ക്കാണ് ഈ അമിത ആത്മവിശ്വാസം, ഞങ്ങൾ തന്നെ ഭരണത്തിലേറുമെന്നും ഞങ്ങളിൽ ഒരാൾ മുഖ്യമന്ത്രിയാകുമെന്നും അതിന് യോഗ്യൻ ഞാനാണ് എന്ന മട്ടിലുള്ള പ്രതികരണങ്ങൾ വരുന്നത്. അപ്പോൾ ഈ അമിത ആത്മവിശ്വാസ പ്രകടനമായിട്ടാണോ ഇതിനെ കാണേണ്ടത്, അതോ നേരത്തെ ശ്രീ NP ചെക്കുട്ടി വിശേഷിപ്പിച്ചതുപോലെ പരമ്പരാഗത ശൈലി പിന്തുടരുകയാണോ കോൺഗ്രസ്? സ്മൃതി, നമ്മളൊരു ഇടവേളയിലാണ്. ആ ഇടവേള തെരഞ്ഞെടുപ്പിനും ഫലപ്രഖ്യാപനത്തിനും ഇടയിലുള്ള ആകാംക്ഷ നിറഞ്ഞ ഒരു ഇടവേളയിലാണ്. ആ ഇടവേളയിൽ സ്വാഭാവികമായും വാർത്തകൾക്ക് ക്ഷാമമുണ്ട്, അതുപോലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പരിമിതികളുണ്ട്. ഈ ഘട്ടത്തിൽ വാർത്തകൾ സൃഷ്ടിക്കുകയും രാഷ്ട്രീയ പ്രവർത്തനത്തിന് പുതിയ രീതികൾ കണ്ടെത്തുകയും ഒക്കെ ചെയ്യേണ്ടത് മാധ്യമപ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഒക്കെ ആവശ്യമാണ്. അത്തരം ഒരു ഘട്ടമായി മാത്രമേ ഞാൻ ഇതിനെ കാണൂ. അത് ഇടവേളകൾ ആനന്ദകരമാക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. അതിനനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കുന്നു. ഇത്തരം ചർച്ചകൾ നമുക്കറിയാം. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരാൻ താമസിച്ചപ്പോൾ ഇത്തരം ചർച്ചകളുണ്ടായി. ഇത് ലോകത്തിൻ്റെ അവസാനമാണെന്നുള്ള രീതിയിലൊക്കെയുള്ള ചർച്ചകളുണ്ടായി. ആ ചർച്ചകൾ 2 ദിവസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്കറിയാം. അതുപോലെ ഈ ചർച്ചകൾക്കും 14-ാം തീയതി വരെയുള്ള ആയുസേ ഉള്ളൂ എന്ന് നമുക്കറിയാം. ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് പുലർത്തുന്ന ആത്മവിശ്വാസത്തിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്നാണ് നാം പരിശോധിക്കേണ്ടത്. സ്വാഭാവികമായും കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തിലാണ്. ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഞാൻ കരുതുന്നത് ഏറ്റവും പ്രധാനമായ ഘടകം CPM-ൻ്റേതായി അല്ലെങ്കിൽ LDF-ൻ്റേതായി പുറത്തു വന്നിട്ടുള്ള വിലയിരുത്തലുകളാണ്. LDF വളരെ അനായാസകരമായി വിജയിക്കും എന്ന് നമ്മൾ കരുതിയിരുന്ന ഒട്ടേറെ സീറ്റുകളിൽ കടുത്ത മത്സരം നടക്കുന്നതെന്നും വിജയസാധ്യത കുറവാണെന്നുമൊക്കെ LDF തന്നെ വിലയിരുത്തിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ UDF-ന് സ്വാഭാവികമായും വലിയ വിജയസാധ്യതയുണ്ടെന്ന് UDF വിലയിരുത്തുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നത് നമ്മളൊക്കെ വിലയിരുത്തുന്നു. അതുപോലെ തന്നെ UDF-ന് ന്യൂനപക്ഷങ്ങളിൽ നിന്നും വലിയ പിന്തുണ ലഭിച്ചിരിക്കുന്നു. മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽ നിന്ന് പിന്തുണയുണ്ട് എന്നുള്ള കാര്യം, മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ കേന്ദ്രീകരണം ഉണ്ടെന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വളരെ വ്യക്തമായിരുന്നു.
തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ തന്നെ FCRA വിഷയങ്ങൾ പോലെ ഉയർന്നു വന്നപ്പോൾ UDF-ലേക്ക് ക്രിസ്ത്യൻ വിഭാഗങ്ങളും കൂടുതലായി അടുക്കുന്നു എന്ന് നമുക്ക് ധാരണയുണ്ടായി. അതിൻ്റെ പ്രകടമായ ലക്ഷണങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം PC ജോർജും അദ്ദേഹത്തിൻ്റെ മകനും ഒക്കെ നടത്തിയിരുന്ന പ്രതികരണങ്ങളിൽ നിന്നും UDF-ന് അനുകൂലമായി ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് സ്വാഭാവികമായും വിശ്വസിക്കേണ്ട തരത്തിലേക്ക് നമ്മളെ എത്തിച്ചു. അതുപോലെ തന്നെ വ്യക്തിപരമായി എനിക്കറിയാൻ കഴിഞ്ഞ ഒരു കാര്യം, ഈ ഹൗസ് വോട്ടിങ്ങിന് പോയിട്ടുള്ള പല ആളുകളും, അതായത് വീടുകളിൽ വോട്ട് ചെയ്യിക്കാൻ പോയിട്ടുള്ള പല ആളുകളും തിരിച്ചു വന്ന് അവർ രഹസ്യമായി നമുക്ക് നൽകുന്ന വിവരങ്ങൾ UDF-ന് അനുകൂലമായി വലിയ തരംഗങ്ങൾ പല ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്, വലിയ വോട്ട് കേന്ദ്രീകരണങ്ങൾ. അതായത് തിരുവനന്തപുരം ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ ഹൗസ് വോട്ടിങ്ങിന് പോയി വന്ന ഒരാൾ എന്നോട് പറഞ്ഞു 200 വോട്ട് പോയി ചെയ്യിക്കാൻ പോയിട്ട് അതിൽ 180 വോട്ടും UDF സ്ഥാനാർത്ഥിക്കായിരുന്നു എന്ന് അദ്ദേഹം പറയട്ടെ. ഇത് വളരെ രഹസ്യമായി പറഞ്ഞൊരു കാര്യമാണ്. അങ്ങനെ അല്ലെങ്കിൽ കോട്ടയം ജില്ലയിലെ വളരെ പ്രമുഖമായ മത്സരം നടക്കുന്ന ഒരു സീറ്റിൽ ക്രിസ്ത്യൻ വോട്ടേഴ്സ് എല്ലാം കൈപ്പത്തിക്കാണ് വോട്ട് ചെയ്തതെന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാറ്റേൺ വളരെ വ്യക്തമാണ് എന്ന് നമുക്ക് ഉണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതുപോലെ UDF-ന്റെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഇത്തരമൊക്കെ ലഭിക്കുന്ന സിഗ്നൽസ് ആയിരിക്കും. പക്ഷേ അത്തരം ആത്മവിശ്വാസം എത്രമാത്രം മുന്നോട്ട് പോകണം എന്നുള്ളത് ഹരിയാന പോലെയുള്ള അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാൻ കോൺഗ്രസ്സുകാർ തയ്യാറാകണം എന്ന് മാത്രമേ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളൂ. ഈ ഘട്ടത്തിൽ ഇത്തരം ചർച്ചകൾ ഉണ്ടാകുമ്പോൾ അത് ഇപ്പോൾ ഈ ഇടവേളയിൽ മുഖ്യതാരങ്ങളൊന്നും ഇപ്പോഴും വേദിയിലെത്തിയിട്ടില്ല. സഹനടന്മാർ ചില അരങ്ങൊരുക്കുന്ന രീതികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് സ്വാഭാവികമാണ്. കോൺഗ്രസിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് കോൺഗ്രസിലൊരു പുതിയ കാര്യമല്ല. പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാന വിഷയം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്കറിയാം കോൺഗ്രസിൻ്റെ അകത്തുണ്ടായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു വിജയമാണ്. കോൺഗ്രസിലുണ്ടായ ഒരു പ്രശ്നവും ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തിയില്ല എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നേട്ടമാണ്. ഞാൻ നമ്മളൊക്കെ എത്രയോ വർഷമായി കോൺഗ്രസ് രാഷ്ട്രീയത്തെ പിന്തുടരുന്ന ആളാണ്. കോൺഗ്രസിന് ഈ പ്രാവശ്യം ഒരൊറ്റ റിബൽ മാത്രമാണ് ഉണ്ടായത്. അത് തളിപ്പറമ്പിൽ വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയ ഒരു റിബൽ. കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇങ്ങനെ എല്ലാ റിബലുകളെയും പിൻവലിപ്പിക്കുവാൻ, എല്ലാ തർക്കങ്ങളെയും പരിഹരിക്കുവാൻ ഉള്ള ഒരു മെക്കാനിസം കോൺഗ്രസിനകത്ത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിരുന്നു. അതേസമയം തന്നെ നമ്മൾ മറുഭാഗത്ത് പരിശോധിക്കുകയാണെങ്കിൽ CPM-ലുണ്ടായ എല്ലാ തർക്കങ്ങളും പൊട്ടിത്തെറിയിലേക്ക് എത്തുന്നതാണ് നമ്മൾ കണ്ടത്. അത് പയ്യന്നൂരാവട്ടെ, തളിപ്പറമ്പിലാവട്ടെ, പാലക്കാട്ടാവട്ടെ, കൊട്ടാരക്കരയിലാവട്ടെ, അമ്പലപ്പുഴയിലാവട്ടെ, ഈ തർക്കങ്ങളൊന്നും പരിഹരിക്കാനുള്ള ഒരു മെക്കാനിസം, ഒരു ക്രൈസിസ് മാനേജ്മെന്റ് സിസ്റ്റം CPM-ലില്ല എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾക്ക് വ്യക്തമായത്. അവിടെ എല്ലാം ഉരുത്തിരിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ വിധി അനുകൂലമാവുകയാണെങ്കിൽ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അതിനൊരു പ്രശ്ന പരിഹാരം ഉണ്ടാകുമ്പോൾ അതേതെങ്കിലും ഒരാളെ മാത്രം ഉൾപ്പെടുത്തിയായിരിക്കും, ഏതെങ്കിലും ഒരാൾക്ക് മാത്രം സ്ഥാനം ലഭിച്ചായിരിക്കും അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാ ആളുകളെയും വിശ്വാസത്തിലെടുത്ത് എല്ലാ ആളുകളെയും ഉൾക്കൊണ്ടുള്ള പരിഹാരമായിരിക്കും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ ആരെങ്കിലും പുറത്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും കലാപമുയർത്തി പുറത്തു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വിഷയങ്ങൾ എത്തിച്ചോട്ട് ആയിരിക്കില്ല കോൺഗ്രസിലെ ഒരു പരിഹാര രീതികൾ, കോൺഗ്രസിലെ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാകുന്നത്. എല്ലാ ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കാനുള്ള സാഹചര്യവും അതിനുള്ള കഴിവും കോൺഗ്രസിനുണ്ട് എന്നുള്ളതാണ് ഈ സമീപകാല സംഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതിന് വിരുദ്ധമായി എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള കരുതാൻ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിലവിൽ യാതൊരു സംഗതികളുമില്ല. തർക്കങ്ങളുണ്ടാവും, തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. ഇവിടെ ഇതിനു മുമ്പും MLA-മാരല്ലാത്തവർ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്, EK നായനാരായിട്ടുണ്ട്, AK ആന്റണി ആയിട്ടുണ്ട്. അതൊന്നും ഇവിടെ അസ്വാഭാവികമായ കാര്യമല്ല. നിയമസഭയ്ക്ക് MLA-മാരിൽ നിന്നുമാകാം, MLA-മാരിൽ നിന്ന് പുറത്തുമാകാം. EK നായനാർ MLA മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം മത്സരിച്ച് ജയിച്ചിട്ടല്ല മുഖ്യമന്ത്രിയായത്. അദ്ദേഹം പാർട്ടി സെക്രട്ടറി, അദ്ദേഹം മുഖ്യമന്ത്രി മത്സരിക്കാതെ മാറി എന്നിട്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രി. അദ്ദേഹത്തെ കെട്ടിയിറക്കിയെന്നൊന്നും ആരും പറഞ്ഞില്ല. അദ്ദേഹത്തെ നിയമസഭാ കക്ഷിയിലല്ല അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം തീരുമാനിച്ചത്, അദ്ദേഹത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം തീരുമാനിച്ചത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ നടക്കുന്നത് ഏതെങ്കിലും ഒരാൾ വന്നതുകൊണ്ട് രാഷ്ട്രീയത്തിലെ മുഴുവൻ കാര്യങ്ങളും കീഴ്മേൽ മറിയുമെന്നോ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രതീക്ഷ മൊത്തം തകരുമെന്നോ എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇവരെല്ലാം യോഗ്യന്മാരാണ്. ഇവരെ പോലെ തന്നെ യോഗ്യന്മാരായ ഒട്ടേറെ ആളുകൾ ഉണ്ടാകാം. അതിലെ തർക്കമാണല്ലോ നമ്മുടെ വിഷയം. ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് വരാം. ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ ഉയരുന്ന തർക്കങ്ങളെ അങ്ങ് എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളെ എങ്ങനെയാണ് കോൺഗ്രസ് നേരിട്ടത്. ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയം, അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയം,
ഇതിലൊക്കെ തന്നെയും ചിട്ടയായ പ്രവർത്തനവും ഈ തെരഞ്ഞെടുപ്പുകൾക്ക് ഒരു കൃത്യമായ നേതൃത്വം നൽകലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണല്ലോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴുള്ള ആത്മവിശ്വാസം 100 കടക്കുമെന്നുള്ള ആത്മവിശ്വാസം പ്രതിപക്ഷ നേതാവിൽ നമ്മൾ കേട്ടത്. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുപ്പുകളെ ആ തരത്തിൽ നയിച്ചിരുന്ന ഒരു നേതാവ് എന്ന നിലയ്ക്ക് കൂടിയാണ് വി ഡി സതീശൻ എന്ന നേതാവിനെ വിലയിരുത്തേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ആരാകണം മുഖ്യമന്ത്രി എന്ന ചർച്ചകളിൽ ഏറ്റവും ഒടുവിൽ ഈ 3 പേരുകളിൽ ഒടുവിൽ വരുന്ന പേരായി വി ഡി സതീശൻ മാറുന്നുണ്ടോ? എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം? ആദ്യ നിരീക്ഷണം, ഒടുവിൽ വരുന്ന പേരായി വി ഡി സതീശൻ മാറുന്നില്ല എന്നത്. അതെന്തുകൊണ്ടാണെന്ന് പറയാം. യഥാർത്ഥത്തിൽ ഇതിന്റെ പശ്ചാത്തലം ഒന്ന് നോക്കൂ. കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം പഴങ്കഥയായി മാറിയിരിക്കുന്നു. സ്മൃതി, ഇൻഡെക്സ് ഓഫ് യൂണിറ്റി വിതിൻ കോൺഗ്രസ് എക്കാലത്തെയും ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നു കഴിഞ്ഞ 4-5 വർഷങ്ങളിൽ. കോൺഗ്രസ് ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ കുറച്ചൊക്കെ ഉയർത്തെഴുന്നേറ്റ വർഷങ്ങളായിരുന്നു. വലിയ പ്രക്ഷോഭങ്ങളൊന്നും നയിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും കാര്യമായ അബദ്ധങ്ങളൊന്നും ചെയ്യാത്ത, പ്രതിപക്ഷത്തെ സാമാന്യം നന്നായി നയിച്ച ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു ശ്രീ വി ഡി സതീശൻ. വി ഡി സതീശന്റെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് ഇംപെക്കബിൾ ട്രാക്ക് റെക്കോർഡാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പ്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടു. അതും ഈ പരാജയത്തിന്റെ മാർജിൻ കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. മറ്റെല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും വിജയിക്കുന്നു. പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു. 4 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ വിജയിക്കുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സാമാന്യം നല്ല ഒരു മേൽക്കൈ UDF ലഭിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗംഭീര വിജയം നേടുന്നു. അപ്പോൾ വി ഡി സതീശന്റെ എബിലിറ്റി ടു ലീഡ് ദി യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്, അതിനെ തുച്ഛീകരിച്ച് കാണാൻ ആവില്ല. അദ്ദേഹത്തിന്റെ മാറ്റ് തെളിയിച്ചു കഴിഞ്ഞു. പക്ഷെ ഇവിടെയാണ് ഒരു കമ്പാരിസൺ ഫാക്ടർ ഉണ്ടാകുന്നത്. രമേശ് ചെന്നിത്തലയ്ക്കല്ലേ ജ്യേഷ്ഠാവകാശം? മുൻപ് തന്നെ ഒരുപക്ഷെ മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്നയാളും അതേസമയം തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പോലും ആക്കാതെ മാറ്റി നിർത്തപ്പെട്ടതുമായ ആളിന്റെ സീനിയോറിറ്റി, അദ്ദേഹം മുൻ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, KSU സംസ്ഥാന പ്രസിഡന്റ്, ദേശീയ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ എന്ന് വേണ്ട കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി വരെ എത്തിയ ആളാണ്. MP ആയിരുന്നു, MLA ആയിരുന്നു, സംസ്ഥാന മന്ത്രിയായിരുന്നു എന്ന് വേണ്ട ഹൈക്കമാൻഡിന്റെ ഒരു കാലത്ത് ഇന്ന് KC വേണുഗോപാൽ അനുഭവിക്കുന്നത് പോലെയുള്ള ഒരു സ്ഥാനമുണ്ടായിരുന്ന സമുന്നതനായ നേതാവാണ് രമേശ് ചെന്നിത്തല. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അർഹത, കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ അർഹതയെക്കുറിച്ച് നമുക്ക് കുറ്റം പറയാനാവില്ലല്ലോ. ഈ രണ്ടുപേരും ഒരുപോലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോഗ്യരായതുകൊണ്ടാണല്ലോ നിയമസഭയിലേക്ക് അവർ രണ്ടുപേരും മത്സരിച്ചത്. KC വേണുഗോപാൽ ഒരു മത്സരാർത്ഥി ആയിരുന്നില്ല എന്നോർക്കണം. KC വേണുഗോപാലിന്റെ അവസരം നിയമസഭയിലേക്ക് മത്സരിക്കാൻ കൊടുത്തിരുന്നു എങ്കിൽ അദ്ദേഹവും രംഗത്തുണ്ട് എന്ന് പറയാമായിരുന്നു. അപ്പൊ അയോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ KC വേണുഗോപാൽ രംഗത്ത് വരണമെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലോ സാമാജികരുടെ ഇടയിലോ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കോ ശ്രീ വി ഡി സതീശനോ അയോഗ്യത ഉണ്ടെങ്കിൽ മാത്രം പരിഗണിക്കപ്പെടേണ്ട ഒരു പേരാണ് ശ്രീ KC വേണുഗോപാലിന്റേത്. അത് അയോഗ്യത എന്നതിനപ്പുറം ശ്രീ മോഹൻ വർഗീസ്, അയോഗ്യതയല്ല, ഈ പറഞ്ഞ തർക്കം ഉടലെടുക്കുകയാണെങ്കിൽ ചെന്നിത്തല അല്ലെങ്കിൽ വി ഡി സതീശൻ ഇതിലൊരു തീരുമാനമാക്കാനാകാതെ ഇവിടെ വലിയൊരു തർക്കമായത് രൂപപ്പെടുകയാണെങ്കിൽ KCയെ ഇറക്കുന്നു എന്നതാകാൻ സാധ്യതയില്ലേ? അതാണ് പറയുന്ന ഒരു വേർഷൻ. ഈ തർക്കം, സ്മൃതി, ആരുടെ ആവശ്യം? അണികളുടെ മനോഭാവം എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പാണൻ ഇഫക്റ്റ് ഉണ്ട്. സംഘ ചരിത്രം ഉൾപ്പെടെ കോറിയിടുന്ന ഒരു ചിത്രമുണ്ട്. കേരളത്തിന്റെ ഒരു DNA ആണ്. ഈ ചില ആളുകളെ പൊക്കി പറയും. പണ്ടത്തെ രാജാക്കന്മാരെ, ചേര രാജാവായ കുട്ടുവനെയൊക്കെ പൊക്കി അങ്ങോട്ട് കവിതകൾ എഴുതും. എന്നിട്ട് രാജാവിന്റെ കയ്യിൽ നിന്നും സമ്മാനങ്ങൾ വാങ്ങി, അന്നൊക്കെ ആനയും പിന്നെ സ്വർണ്ണ നാണയങ്ങളും ഒക്കെയാണ് സമ്മാനമായി കിട്ടുന്നത്. അതൊക്കെ വാങ്ങി സന്തോഷമായി കഴിഞ്ഞുകൂടുന്ന ഒരു മനസ്സാണ് പാണന്റേത്. അങ്ങനെയാണല്ലോ പാണപ്പാട്ടുകൾ ഉണ്ടായത്. 2000 വർഷത്തോളം പഴക്കമുള്ള പാണപ്പാട്ടുകളുണ്ട്. ആ ഒരു DNA ഇപ്പോഴും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളിൽ ചിലർക്കെങ്കിലും ഉണ്ട് എന്നതുകൊണ്ടാണ് അവസരം കിട്ടുമ്പോൾ ഏത് വ്യക്തിക്കാണോ ഹൈക്കമാൻഡിൽ സ്വാധീനം അദ്ദേഹത്തിന്റെ പേര് അങ്ങോട്ട് പറയുക. അതിന്റെ ഭാഗമായിട്ടാണ് റോജി M. ജോൺ, അദ്ദേഹം ഈ അങ്കമാലി MLA ആണ്. മാത്യു കുഴൽനാടൻ മൂവാറ്റുപുഴ MLA ആണ്. MLA സ്ഥാനത്തിരിക്കുന്ന രണ്ടുപേര് പറഞ്ഞു. മുൻ MP ആയിരുന്ന രമ്യ ഹരിദാസ് ഇവിടെ ചിറയൻകീഴ് വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യാം. രമ്യ ഹരിദാസ് പോലും അഭിപ്രായം പറയാൻ വന്നു. അനേകര് ഇപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, നിയമസഭയിലെത്താൻ സാധ്യതയുള്ള ആളുകൾ മുൻകൂട്ടി തന്നെ തങ്ങളുടെ പ്രിഫറൻസ് എന്താണ് എന്ന് വെയിൽഡ് ലാംഗ്വേജിൽ പറഞ്ഞു വെച്ചു. ഇത് കേവലം ജൈവികമായി നടക്കുന്ന ഒരു പ്രക്രിയയാണോ? ഇതിന് പിന്നിൽ ചില ചിന്തകളില്ലേ? ഒരുപക്ഷെ സ്വാഭാവികമായി ഒന്നുകിൽ രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ വി ഡി സതീശൻ എന്ന രീതിയിലേക്ക് ഈ പേരുകൾ വരുമ്പോൾ, അങ്ങനെയല്ല
ഇവിടെ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാവില്ല എന്ന ഒരു പ്രതീതി മുൻകൂട്ടി തന്നെ ജനറേറ്റ് ചെയ്യപ്പെടുകയല്ലേ? ഇതാരുടെ ആവശ്യമാണ്? മനഃപൂർവ്വം ശ്രീ കെ സി വേണുഗോപാൽ ഇങ്ങനൊരു വിവാദത്തിന് തിരികൊളുത്തില്ല എന്നാണ് എന്റെ വിശ്വാസം. പക്ഷേ കെ സി വേണുഗോപാലിനെ പ്രൊപ്പപ്പ് ചെയ്യുന്നതിലൂടെ പലരും ചില സാധ്യതകൾ കാണുന്നു. ഇത് നോക്കൂ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 4-ാം തീയതി, കാരണം നമ്മൾ പറയും ഇരിക്കുന്നതിന് മുൻപ് കാല് നീട്ടുന്നത് ശരിയല്ല എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് സ്മൃതി. പക്ഷേ ഇമാജിൻ കോൺഗ്രസ് പാർട്ടിയും UDF-ഉം കൃത്യമായ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുന്നു എന്ന് കൂട്ടുക. അപ്പോൾ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടിയിലെ അംഗങ്ങളെ വിളിച്ചുകൂട്ടി ഹൈക്കമാൻഡ് അഭിപ്രായം ചോദിക്കും. അപ്പോൾ 2 പേരുകളാണ് സ്വാഭാവികമായി വരാനുള്ളത്, രമേശ് ചെന്നിത്തലയും VD സതീശനും. ഈ 2 പേർക്കും അനുകൂലമായി കുറെ പേരുകളൊക്കെ പറയും. പക്ഷേ ഇവരിൽ മിക്കവരും പറയാൻ സാധ്യതയുള്ള ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് കുറച്ചുകൂടി വിശാലമായ ഒരു ഓപ്ഷൻ ആവശ്യമാണ്. ആ ഓപ്ഷൻ ഭംഗിയായി അപ്പൊ ചോദിക്കാൻ സാധ്യതയുണ്ട്, എന്താണ് ഈ ഓപ്ഷൻ? അപ്പോൾ കെ സി വേണുഗോപാലിന്റെ പേര് പലരും പറയും. കാരണം സ്ഥാനാർത്ഥി നിർണയ സമയത്ത് കെ സി വേണുഗോപാൽ വഹിച്ച പങ്ക് പലരും നന്ദിയോടുകൂടി ഓർക്കാൻ സാധ്യതയുള്ള സമയങ്ങളാണ്. അപ്പൊ കെ സി വേണുഗോപാലിന്റെ ഹാൻഡ് പിക്ഡ് ആയ ചില ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരിൽ നല്ല പങ്ക് ജയിച്ചു വരാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് നിയമസഭാ കക്ഷിയിൽ രഹസ്യ വോട്ടെടുപ്പ് നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കെ സി വേണുഗോപാലിന്റെ പേര് കൂടി പരിഗണിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ട് എങ്കിൽ കെ സി വേണുഗോപാലിനായിരിക്കും മുൻതൂക്കം. പക്ഷെ ഇവിടെ നോക്കൂ, പാർലമെന്റ് ജനാധിപത്യത്തിൽ, വെസ്റ്റ് മിനിസ്റ്റർ മാതൃകയിലുള്ള പാർലമെന്റ് ജനാധിപത്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ആളാണ് ഷാഡോ ക്യാബിനറ്റിന്റെ അധ്യക്ഷൻ. അങ്ങനെ ഒരാളാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം വിജയിച്ചു വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടത്. ന്യായമായും VD സതീശന്റെ പേരാണ്. അദ്ദേഹമായിരുന്നല്ലോ പ്രതിപക്ഷ നേതാവ്. രമേശ് ചെന്നിത്തലയ്ക്ക് അങ്ങനെ അവസരം കിട്ടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ 5 വർഷം മുൻപാണ്. അദ്ദേഹത്തിന് അത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല, അന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം. അതുകൊണ്ട് സ്വാഭാവിക ചോയ്സ് VD സതീശനാണ് എന്നതാണ് പൊതു അഭിപ്രായം. അത് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വിവിധങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഈ സുധാകരന്റെ ഒരു റിമാർക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നപ്പോൾ അതിനടിയിൽ കയറി കമന്റ് ഇട്ടത് കോൺഗ്രസുകാർ മാത്രമല്ല എന്നോർക്കണം. അവസാനം ആ അക്കൗണ്ടിൽ അടിവശത്തെ കമന്റ് ബോക്സ് പൂട്ടി പോകേണ്ടി വന്ന സുധാകരന് ജനങ്ങൾ വലിയ തോതിൽ നിഷ്പക്ഷരായി ചിന്തിക്കുന്ന ജനം പ്രതിപക്ഷ നേതാവിന്റെ മുഖമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പൊതുവെ കാണുന്നത്. അവരെ കുറ്റം പറയാനാവില്ല. പക്ഷേ പൊതുജനങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ലെജിസ്ലേറ്റീവ് പാർട്ടിയാണ് തത്വത്തിൽ തീരുമാനിക്കേണ്ടത്. അതിന് ഹൈക്കമാൻഡിന്റെ ഒരു ഗ്രീൻ സിഗ്നൽ കൂടെ ലഭിക്കും. ഇതാണല്ലോ രീതിശാസ്ത്രം. ഇനി നമുക്ക് കർണാടകത്തിലും അതുപോലെ രാജസ്ഥാനിലും ഒക്കെ നടന്ന സമാനമായ സാഹചര്യങ്ങളെ കൂടെ ഒന്ന് നോക്കാം. ഒരുപക്ഷെ ജനകീയരായ നേതാക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഒരു എൻറ്റൈസിംഗ് ഓപ്പർച്യൂണിറ്റി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. പക്ഷെ ആത്യന്തികമായി ചില സാമുദായിക സമവാക്യങ്ങൾ, ചില വിഭാഗങ്ങളുമായി ഇടപെടാനുള്ള ഒരു ഐക്യബോധം ഉണ്ടാക്കാനുള്ള ഒരു കഴിവ്, ഇതെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുന്നത്. കർണാടകത്തിൽ സിദ്ധാരാമയ്യെ തീരുമാനിച്ചത് നമ്മൾ കണ്ടു. DK ശിവകുമാർ കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ സംവിധാനം ഉജ്ജ്വലമായി ഉടച്ചു വാർത്തെടുത്ത ഒരാളാണ്. സംഘടനയ്ക്കുള്ളിൽ അദ്ദേഹം ഒരു വീരേതിഹാസം രചിച്ച ഒരാളാണ്. പക്ഷേ അതല്ലായിരുന്നുള്ള പരിഗണന. പല കമ്മ്യൂണിറ്റികളെ, പല വിഭാഗങ്ങളെ, ചെറുതും വലുതുമായ വിഭാഗങ്ങളെ കൂടെ നിർത്തു. കുടുംബ സമുദായക്കാരനാണ് അദ്ദേഹം, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ. പക്ഷെ വൊക്കലിംഗ സമുദായത്തിൽപ്പെടുന്ന ഒരു ശക്തനായ നേതാവ് കൂടിയാണ് ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രിയും DCCയുടെ KPCCയുടെ പ്രസിഡന്റുമായിരുന്ന DK ശിവകുമാർ. അദ്ദേഹത്തിന് ഒരു ഊഴം പോലും കൊടുക്കാതെ, ഇപ്പം 3 വർഷത്തിന് ശേഷവും അദ്ദേഹത്തിന് ഒരു ഊഴം പോലും കൊടുക്കാതെ സിദ്ധാരാമയ്യ തുടരുകയാണ്. രാജസ്ഥാൻ സമാനമായ സാഹചര്യത്തിൽ അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയായി. സച്ചിൻ പൈലറ്റ് എല്ലാ മുക്കും മൂലയും അരിച്ചുപെറുക്കി. പൈലറ്റിന്റെ അത്യധ്വാനം കൂടെ കൊണ്ടാണ് രാജസ്ഥാനിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായത്, കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടായത്. അപ്പോഴും സച്ചിൻ പൈലറ്റ് എന്ന ജൂനിയർ നേതാവിനെ പരിഗണിച്ചില്ല. ജനകീയനായിരുന്നു, വലിയ പോപ്പുലർ ആയിരുന്നു. ജനകീയ അംഗീകാരം ഉള്ളത് ഒരു ബാധകമാകണമെന്നില്ല. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു സാധ്യത തിരസ്കരിക്കാനാവില്ല. കാരണം NSSുമായി, SNDPയുമായി, ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുമായി, വേണ്ട രീതിയിൽ ഇടപെട്ടു പോകാൻ പൊരുത്തപ്പെട്ടവർ. ഒരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയുമെന്ന ചോദ്യമുണ്ട്. ഇപ്പോൾ താക്കോൽ സ്ഥാനത്തേക്ക് ഇന്നയാളെ വേണം എന്നൊന്നും പറയാവുന്ന രീതിയിലല്ല ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് 2 സമുദായ നേതാക്കളും, വെള്ളാപ്പള്ളി ആയാലും G സുകുമാരൻ നായരായാലും പ്രതികരിച്ചിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നു എന്നും പ്രതീതി സൃഷ്ടിക്കുന്ന രീതിയിൽ 2 നേതാക്കളും നടത്തിയ പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. ശ്രീ ജോർജ് പൊടിപാറ, ആ നിലയ്ക്ക് കൂടി ഈ തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമാകുന്നില്ലേ? കാരണം വെള്ളാപ്പള്ളി നടത്തിയ വർഗീയ പ്രസംഗങ്ങൾ, അതിനോട് ആരാണ് ശക്തമായി പ്രതികരിച്ചത്? ആ പ്രതികരണം ഏത് നേതാവിൽ നിന്ന് ഉണ്ടായി എന്നത് പ്രധാനമല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ? കാരണം അത് ഈ മലബാറിലടക്കം ന്യൂനപക്ഷ വിഭാഗത്തെ
ഇരുത്തി ചിന്തിപ്പിക്കാനിടയാക്കിയിട്ടുണ്ട്. ആരാണ് ഞങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ളത് ഈ വിഷയത്തിൽ? അവിടെ വെള്ളാപ്പള്ളിക്ക് ശ്വാസം മുട്ടുന്നു എന്ന പ്രതികരണം നടത്തിയപ്പോൾ ശക്തമായി പ്രതികരിച്ച പ്രതിപക്ഷത്തെ നേതാവ് ആരാണ് എന്ന ചോദ്യം വരുമ്പോൾ അവിടെ വി ഡി സതീശനെടുത്ത നിലപാട് ഒരു പ്രധാനപ്പെട്ട ഘടകമാകുന്നില്ല. ഇപ്പോൾ ഈ ന്യൂനപക്ഷ വോട്ടിന്റെ ഏകീകരണത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് ഒരു പ്രധാനപ്പെട്ട ഘടകമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഈ വെള്ളാപ്പള്ളിക്കും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കും കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന അവകാശവാദം പോലെ, വെള്ളാപ്പള്ളിക്ക് അത്രയില്ല, ജി സുകുമാരൻ നായർക്ക് അന്ന് നടത്തിയിരുന്ന അവകാശവാദം പോലെ ഈ തെരഞ്ഞെടുപ്പിൽ അതിനൊരു സാഹചര്യമേ ഇല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ശ്രീ പുടിപ്പാറ? തീർച്ചയായിട്ടും സ്മൃതി, അതൊരു വലിയ വസ്തുതയാണ്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു നിലപാടായിരുന്നു അത്. പക്ഷെ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ രമേശ് ചെന്നിത്തല കൃത്യമായും യോഗ്യതയുള്ള ഒരാൾ തന്നെയാണ്. പാരമ്പര്യമുണ്ട്, പരിചയ സമ്പത്തുണ്ട്. അദ്ദേഹം വളരെ നിർണായകമായ പങ്ക് ഭരണത്തിലും അതുപോലെ തന്നെ പാർട്ടിയിലും വഹിച്ചിട്ടുണ്ട്. ഏറ്റവും അടിത്തട്ടിൽ നിന്ന് തുടങ്ങി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിട്ട്, അങ്ങനെ ഏറ്റവും ചെറുപ്പത്തിൽ മന്ത്രിയായ ആൾ, അങ്ങനെ ഒരുപാട് യോഗ്യതകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താ? 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരുപാട് പ്രതീക്ഷിച്ചു, UDFും ഒരുപാട് പ്രതീക്ഷിച്ചു. രമേശ് ചെന്നിത്തല എന്ന പ്രതിപക്ഷ നേതാവ് ഈ പറയുന്ന ഇടതുപക്ഷത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ കൊണ്ടുവന്നു. ഒത്തിരിയേറെ സ്വർണ്ണക്കടത്തടക്കം കേരളത്തെ പിടിച്ചുകുലുക്കിയ ആരോപണങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ നമ്മൾ കണ്ടു. അതേ സമയത്ത് തന്നെ ആ സമയത്തായിരുന്നു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഒരു വലിയ എപ്പിഡമിക് ഉണ്ടായി, കോവിഡ്. അതിനെ സർക്കാർ നേരിട്ട രീതി, മുഖ്യമന്ത്രിക്ക് എല്ലാ ദിവസവും ജനങ്ങളുടെ മുമ്പിൽ വന്ന് കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ഒരു അവസരം, കരുതല്, അതുപോലെ തന്നെ അത് അവരുടെ മനുഷ്യരിലേക്ക് മാത്രമല്ല അവരുമായി ബന്ധപ്പെട്ട വളർത്തുമൃഗങ്ങളിലേക്ക് വരെ നീളുന്ന ഒരു വല്ലാത്തതരം കരുതല് ആദ്യമായിട്ട് കേരള സമൂഹം അനുഭവിച്ചു. അപ്പോൾ ആ ഒരു പല ഘടകങ്ങളും അന്ന് ഇടതുമുന്നണിക്ക് അനുകൂലമായിട്ട് അദ്ദേഹം കൊണ്ടുവന്ന അഴിമതി ആരോപണങ്ങളെയോ അല്ലെങ്കിൽ മറ്റു ആക്ഷേപങ്ങളെയോ ഒക്കെ അതിജീവിക്കുന്ന രീതിയിൽ സർക്കാരിനെ ജനങ്ങളെ അടുപ്പിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം ഒരുത്തിരി. അങ്ങനെ രമേശ് ചെന്നിത്തലയ്ക്ക് അന്ന് സ്വാഭാവികമായിട്ടും UDFന് അധികാരം കിട്ടിയിരുന്നെങ്കിൽ രമേശ് ചെന്നിത്തല നാച്ചുറൽ ചോയ്സ് ആയിരുന്നു. നേരത്തെ ശ്രീ മോഹൻ വർഗീസ് ചൂണ്ടിക്കാണിച്ചതുപോലെ തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാകുമായിരുന്നു. അന്ന് ആരും ക്ലെയിം പോലും ഉന്നയിച്ചിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ നിർഭാഗ്യത്തിന് അല്ലെങ്കിൽ അന്നത്തെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് സാധ്യമായില്ല. പക്ഷെ ഇപ്പോൾ പിന്നീട് സംഭവിച്ചത് 2021 ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് ശേഷം സ്മൃതി എന്തുകൊണ്ടാണ് ഈ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ അന്നത്തെ KPCC പ്രസിഡന്റിനെയും മാറ്റാൻ പാർട്ടി ആഗ്രഹിച്ചത്, ഹൈക്കമാൻഡ് തീരുമാനിച്ചത്? അവരാഗ്രഹിച്ചതുപോലെ ഒരു റിസൾട്ട് ഉണ്ടാകാത്തത് കൊണ്ടാണ്. അവരാഗ്രഹിച്ചതുപോലെ പാർട്ടിയും മുന്നണിയും ആ ഒരു രാഷ്ട്രീയമായ ഒരു തിരിച്ചുവരവിലേക്ക് എത്തുന്നില്ല. മറിച്ച് നിലവിലുള്ളതിനേക്കാൾ മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് പോകുന്നു. കേവലം 41 സീറ്റുകളിലേക്ക് ചുരുണ്ട് പോകുന്നു എന്നൊരു തോന്നലുകൊണ്ടല്ലേ? അങ്ങനെയാണ് VD സതീശൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവാകുന്നത്. അതുപോലെ തന്നെ കെ സുധാകരൻ KPCC പ്രസിഡന്റ് ആകും. പിന്നീട് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹത്തിന് ചില സാഹചര്യങ്ങളിൽ മാറേണ്ടി വന്നു. പക്ഷെ VD സതീശൻ ആ പദവിയിൽ വെക്കുന്നു. അദ്ദേഹത്തിന്റെ നിയോഗം എന്തായിരുന്നു? അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്. VD സതീശനിൽ പാർട്ടി ഏൽപ്പിച്ച നിയോഗം എന്തായിരുന്നു? ആ നിയോഗം എന്ന് പറയുന്നത് പാർട്ടിയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക, പാർട്ടിക്ക് നഷ്ടപ്പെട്ട ആത്മവീര്യവും ആത്മവിശ്വാസക്കുറവും തിരിച്ചു പിടിക്കുക, തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പോകുന്ന ഒരു പാർട്ടിയും ഒരു മുന്നണിയുമായിട്ട് ഈ UDFനെയും കോൺഗ്രസിനെയും കൺവെർട്ട് ചെയ്യുക. അങ്ങനെ പഴയ പ്രതാപത്തിലേക്ക്, പ്രവർത്തകർക്ക് പഴയ ആത്മവീര്യത്തിലേക്ക്, അവരുടെ ആ ഒരു ഇച്ഛാശക്തിയിലേക്ക് കൊണ്ടുവരും. അത് എളുപ്പമുള്ള ഒരു പ്രക്രിയയല്ല. അങ്ങേറ്റം താഴ്ന്ന ആത്മവിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തെ, അങ്ങേറ്റം രാഷ്ട്രീയ തിരിച്ചടികൾ ഏറ്റുവാങ്ങി ശുഷ്കിച്ചു പോയ ഒരു പ്രസ്ഥാനത്തെ ചരിത്രം കുറിക്കുന്ന രണ്ടാം ഊഴത്തിലേക്ക് എതിരാളികൾ പോയൊരു ഘട്ടത്തിൽ ഈ പറയുന്ന VD സതീശനെ ഏൽപ്പിച്ചൊരു ദൗത്യം, അതൊരു ചരിത്ര ദൗത്യമായിരുന്നു. അതൊരു വലിയ നിയോഗമായിരുന്നു. ആ നിയോഗം VD സതീശൻ നിറവേറ്റിയോ ഇല്ലയോ എന്ന വലിയ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം നിറവേറ്റി എന്ന് തന്നെയാണ്. കാരണം അതിനുശേഷം നടന്ന, ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ, ഈ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ വിജയിച്ചത് പാർട്ടി അങ്ങ് വലുതായി പോയത് കൊണ്ടൊന്നുമല്ല. സാധാരണഗതിയിൽ കോൺഗ്രസ് പാർട്ടി ചെയ്യാത്ത, UDF ചെയ്യാത്ത പല കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടായി. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഇലക്ഷൻ ജയിക്കുന്നത് പലപ്പോഴും എങ്ങനെയാണ്? മുന്നൊരുക്കങ്ങളിലൂടെയാണ്, ഹോംവർക്കിലൂടെയാണ്. അതിനു മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതടക്കം, അവിടെ ബൂത്ത് കമ്മിറ്റികൾ സജീവമാക്കുന്നത്, മണ്ഡലം കമ്മിറ്റികൾ സജീവമാക്കുന്നത്, ഈ മെഷീനറിയെ ചലിപ്പിച്ചുകൊണ്ട് അത് ചലനാത്മകമാക്കി പഴുതുകൾ അടച്ച് ആ മുന്നണിയെ വിജയിക്കുന്ന ഒരു പ്രസ്ഥാനമാക്കി മാറ്റുക. അത് കൃത്യമായി ചെയ്തു. അത് തൃക്കാക്കര മുതൽ ഏറ്റവും ഒടുവിൽ നിലമ്പൂര് വരെ നമ്മൾ കണ്ടു.
AICC നിരീക്ഷകരും KPCC നിരീക്ഷകരും എല്ലാം ഇത്തരം മണ്ഡലങ്ങളിൽ തമ്പടിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എല്ലാ പഴുതുകളും അടച്ചു. അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിലെല്ലാം ഗംഭീരമായ വിജയം കിട്ടിയത്. അത് ഉപതെരഞ്ഞെടുപ്പുകളിൽ മാത്രമല്ല, പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റുകളോടെ വലിയ വിജയം നേടി. അതിനുശേഷം നടന്ന മറ്റ് പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പുകളിലും വലിയ വിജയം നേടി. അതിനുശേഷം ഏറ്റവും ഒടുവിൽ നിർണായകമായ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ഇതേ വിജയം ആവർത്തിച്ചത് കേവലം യാദൃച്ഛികമല്ല. അതിന്റെ പിന്നിൽ കൃത്യമായ ഒരു ആസൂത്രണമുണ്ട്. കൃത്യമായ അണികൾക്ക് ആത്മവിശ്വാസവും ആത്മവീര്യവും കുത്തിവെച്ചതിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞൊരു വിജയമാണ്. കൃത്യമായ പാർട്ടി പ്രവർത്തനം, ഹോംവർക്ക്, ആ ഓരോ ബൂത്തുകളിലെയുമുള്ള പ്രവർത്തകരെ അവർ ചെയ്യേണ്ട ജോലി, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക, SIRന്റെ കാര്യം നിർവഹിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സമയബന്ധിതമായി കൃത്യമായി ചെയ്യുന്നതിലൂടെയാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ UDF അധികാരത്തിൽ എത്തും എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മൾ കാണേണ്ട കാഴ്ച എന്താ? ഉപതെരഞ്ഞെടുപ്പുകളിലെ ക്ലീൻ സ്വീപ്പ് ഒറ്റ സ്ഥലത്തൊഴിച്ച്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ വിജയം, പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിലെ ഐതിഹാസിക വിജയം, ഇത് കഴിഞ്ഞിതാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഈ UDFനെ വിജയത്തിലേക്ക്, കോൺഗ്രസിനെ വിജയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിനെ ഏൽപ്പിച്ച നിയോഗം നിറവേറ്റിയില്ലേ കൃത്യമായിട്ട്? ആ നിറവേറ്റിയിട്ടും അദ്ദേഹം പുറന്തള്ളപ്പെടുകയാണെങ്കിൽ അതിൽ എന്ത് നീതിയാണുള്ളത്? ശരിയാണ്. പാർട്ടി പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ ഈ ദൗത്യം ഏൽപ്പിച്ചത്? ആ ദൗത്യം അത്രമേൽ മനോഹരമായി, അത്രമേൽ സ്തുത്യർഹമായി നിർവഹിച്ച ശേഷവും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാകാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു നേരത്തെ പറഞ്ഞല്ലോ ഷാഡോ ചീഫ് മിനിസ്റ്റർ, ആ ഒരു അവസ്ഥ ഉണ്ടായിട്ടും ഇത്രയേറെ ദൗത്യങ്ങൾ പാർട്ടിക്ക് വേണ്ടി നിർവഹിച്ച് കേരളത്തിലെ ഇടതുമുന്നണി പോലും വല്ലാതെ ഭയക്കുന്ന, പരാജയ ഭീതി ഗ്രസിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതിനുവേണ്ടി അദ്ദേഹം ഏറ്റുവാങ്ങിയ കല്ലേറുകൾക്ക്, ചീത്തപ്പേരുകൾക്ക്, ഒടുവിൽ വനവാസത്തിന് പോലും പോകാൻ തയ്യാറാവും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് താങ്കൾ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും അടക്കമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ സമുദായ പ്രമാണിമാര് അദ്ദേഹത്തെ നേരിട്ട് വെല്ലുവിളിച്ച് അവർക്കെതിരെ പോലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് കോൺഗ്രസിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു നിലപാട് PV അൻവറിനെ ഇല്ലാതെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ജയിച്ച്, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലെ നിലപാടുകൾ, അങ്ങനെ പാർട്ടി വല്ലാത്ത പ്രതിസന്ധിയിലാകുമായിരുന്ന പല സാഹചര്യങ്ങളിലും കൃത്യമായ നിലപാടുകൾ കൊണ്ടും തീരുമാനങ്ങൾ കൊണ്ടും, അതും കേരളത്തിന്റെ പൊതുസമൂഹം അംഗീകരിക്കുന്ന നിലപാടുകളിലൂടെ ഈ പാർട്ടിക്കും മുന്നണിക്കും ആത്മവിശ്വാസം പകർന്നൊരു നേതാവിനെ എന്തിനാണ് ഇങ്ങനെ കല്ലെറിയുന്ന പാർട്ടി പോലും അദ്ദേഹത്തെ എന്തിനാണ് ഈ ഒരു ഘട്ടത്തിൽ ഇത്രയും സമ്മർദ്ദത്തിലാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യത്തിൽ അതുകൊണ്ടാണ് നേരത്തെ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ ഈ പറഞ്ഞ G സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിൽ 5000-ഓളം കമന്റുകൾ വന്നതിൽ 4500-ലധികവും ഈ VD സതീശന് വേണ്ടി ആകുന്ന ഒരു യാദൃച്ഛികമല്ല. കൃത്യമായി പറഞ്ഞാൽ ഇപ്പൊ നടക്കുന്ന കാര്യം സ്റ്റീലിംഗ് ഓഫ് ദ മാൻഡേറ്റ് ആണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇക്കുറി നടന്ന മാൻഡേറ്റ് എന്ന് പറയുന്നത് VD സതീശൻ എന്ന നേതാവിനെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള, അദ്ദേഹത്തിന് കൂടിയുള്ള ഒരു അംഗീകാരമാണ് UDF നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം നേടിയത്. ആ മാൻഡേറ്റിനെ അട്ടിമറിക്കുന്ന, ആ മാൻഡേറ്റിനെ കവർന്നെടുക്കുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ നിർഭാഗ്യം തന്നെ എന്ന് പറയട്ടെ, അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പൊതുസമൂഹം ഈ UDFന് വോട്ട് ചെയ്ത് കോൺഗ്രസ്സുകാരും ലീഗുകാരും മാത്രമൊന്നും അല്ല, യഥാർത്ഥത്തിൽ ഇക്കുറി ഒരു നിലപാടുള്ള നേതാവിന്, ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ചില നേതാക്കളുടെ സമീപനങ്ങളുമായി ബന്ധപ്പെട്ടെടുത്ത നിലപാട് തന്നെയാണത് എന്നുള്ളത് തന്നെയാണ്. ശ്രീ NP ചെക്കുട്ടി, ഇതിൽ ഘടകകക്ഷികൾ എടുക്കുന്ന നിലപാടും നിർണായകമാകില്ലേ? ഞങ്ങൾക്ക് കൂടുതലായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന നേതാവ് ആര് എന്നൊരു വിഷയം കൂടി അവിടെ വരുമല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അതിലെടുക്കുന്ന നിലപാട് വളരെ പ്രധാനമാണ്. ഒന്നും ആരും വിട്ടുപറയുന്നില്ല. കഴിഞ്ഞ ദിവസം പാണക്കാട് തങ്ങളെ കാണാൻ AP അനിൽകുമാർ ചെന്നതും വലിയ ചർച്ചയായതാണ്. മറ്റ് നേതാക്കളുടെ പ്രതിനിധികളായി കൂടുതൽ പേര് അങ്ങോട്ട് പോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ലീഗ് എടുക്കുന്ന നിലപാടും വലിയ നിർണായകമായ ഒരു കാര്യമല്ലേ ശ്രീ NP ചെക്കുട്ടി? എന്താണ് ലീഗ് അതിലെടുക്കാൻ സാധ്യതയുള്ള നിലപാടായി അങ്ങ് കരുതുന്നത്? അല്ല, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ 27 സീറ്റിൽ അവർ മത്സരിക്കുന്നുണ്ട്. 22 സീറ്റ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിലെ ഇന്നത്തെ ഒരു അന്തരീക്ഷം നോക്കിയാൽ മുസ്ലിം ലീഗിൻ്റെ ആ പ്രതീക്ഷ, മലപ്പുറത്ത് ഏതാണ്ട് 16 സീറ്റും അവർ വിജയിക്കുമെന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. കോഴിക്കോട്ട് അവർക്ക്, കണ്ണൂരൊക്കെ. അപ്പോൾ ഏതാണ്ട് 22 സീറ്റ് കിട്ടുകയാണെങ്കിൽ കോൺഗ്രസിനെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് മുസ്ലിം ലീഗ് എമർജ് ചെയ്ത് വരും. കാരണം മറ്റ് ചെറിയ കക്ഷി, കോൺഗ്രസും ലീഗും കഴിഞ്ഞാൽ വേറെ ചെറിയ കക്ഷികളാണ് പിന്നീട് ഉള്ളത്. ഇപ്പോൾ RSP ആയാലും ശരി, CMP ആയാലും ഇതുപോലെ അങ്ങനെയുള്ള പാർട്ടികൾക്ക് അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ സ്വാധീനം ചെലുത്താനുള്ള ശേഷിയില്ല.
അപ്പം അതുകൊണ്ട് തന്നെ മന്ത്രിസഭാ രൂപീകരണ സമയത്ത് ഹൈക്കമാൻഡ് ആയാലും ശരി, മറ്റു നേതാക്കളായാലും ശരി, സഖ്യകക്ഷികളുടെ താല്പര്യങ്ങൾ അതും പഴയ കാലത്തും എല്ലാ കാലത്തും അത് പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ മനസ്സിലിരിപ്പ് ചോദിച്ചിട്ടുണ്ട്. കരുണാകരനെ പോലുള്ള നേതാക്കൾ ഇങ്ങനെ വ്യത്യസ്ത ഗ്രൂപ്പുകളെ, സമുദായങ്ങളെ, നേതാക്കളെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിൽ വലിയ വിജയം വരിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായും മുസ്ലിം ലീഗിൻ്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് മനസ്സിലിരിപ്പ് ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോയ്സ് തന്നെയായിരിക്കും. ആരാവണം ഈ മുന്നണിയെ നയിക്കേണ്ടത് എന്ന ചോദ്യം വരുമ്പോഴും, കാരണം കോൺഗ്രസിനെ മാത്രമല്ല നയിക്കുന്നത്, മറിച്ച് UDF എന്ന് പറയുന്ന എൻറ്റയർ ടീമിനെയാണ് പുതിയ മുഖ്യമന്ത്രി നയിക്കേണ്ടി വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിന് താല്പര്യമുള്ള മുസ്ലിം ലീഗിൻ്റെ കൂടി ചോയ്സ് എന്ന നിലയിൽ വരും. അപ്പോൾ ഇതിൽ പിന്നെ പല നേതാക്കളും വന്നിട്ട്, അനിൽകുമാർ മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഞാൻ മലപ്പുറത്ത് ഇരിക്കുന്ന സമയത്ത്, പാണക്കാട്ടിരിക്കുന്ന സമയത്താണ് ശശി തരൂർ അവിടെ വന്നത്. പല നേതാക്കളും നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ പല കോൺഗ്രസ് നേതാക്കളുമായി നേരിട്ട് കണ്ട്, സോണിയാഗാന്ധിയെ ഡൽഹിയിൽ പോയിട്ട് അദ്ദേഹം കണ്ടിരുന്നു, സാദിഖ് അലി തങ്ങൾ, ഇതൊക്കെ സ്വാഭാവികമായിട്ടും നടക്കുന്ന ഒരു കൺസൾട്ടേഷൻ പ്രോസസ്സ് ഉണ്ട്. പക്ഷെ അതിനകത്ത് മുസ്ലിം ലീഗ് കോൺഗ്രസിൻ്റെ ചോയ്സിനെ നിന്നെ ആളായിരിക്കണം നിങ്ങളുടെ നേതാവ് എന്ന തരത്തിലുള്ള ഒരു ഇൻസിസ്റ്റൻസ് ഒരിക്കലും മുസ്ലിം ലീഗ് വയ്ക്കാനിടയില്ല. ഈ മുന്നണിയെ കൊണ്ടുപോകാൻ ശേഷിയുള്ള ഒരാൾ എന്ന നിലയിലാണ് അവർ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പം അതിൽ എനിക്ക് തോന്നുന്നത് തീർച്ചയായും കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഒരാൾ മന്ത്രിസഭയിൽ വരികയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് ന്യായമായൊരു പൊസിഷൻ എൻഷുർ ചെയ്യണം എന്നുള്ളൊരു വികാരം മുസ്ലിം ലീഗ് അത് പറയുന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി സ്ഥാനം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് അർഹതയുണ്ട് എന്ന് മുനവറലി തങ്ങളടക്കം, അദ്ദേഹം പ്രധാനപ്പെട്ട യുവ നേതാവാണ്, അടക്കം അത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ അങ്ങനെയൊന്നും ആവശ്യപ്പെടുന്നില്ല എന്ന് ലീഗ് പറഞ്ഞാൽ പോലും ലീഗിന് ആ തരത്തിൽ ന്യായമായ അവരർഹിക്കുന്ന മാന്യമായുള്ള അക്കോമഡേഷൻ കിട്ടുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ അണികൾ അതിശക്തിയായിട്ട് പ്രതിഷേധിക്കും. അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു സമവായം വരുന്ന സമയത്ത് ഒരു മുന്നണിയെ ഒന്നിച്ച് നയിക്കാൻ ശേഷിയുള്ള ഒരാൾ, അതിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ നോക്കിയാൽ ടീം UDF എന്നൊരു കോൺസെപ്റ്റിലാണ് സതീശൻ ഈ പാർട്ടിയെയും ഈ മുന്നണിയെ നയിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു പാർട്ടി എന്ന നിലയിൽ, കോൺഗ്രസിൻ്റെ ആളുകൾ എന്ന നിലയിലല്ല, കുറേ കൂടി വൈഡറായിട്ടുള്ള കേരള സൊസൈറ്റിയുടെ താല്പര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു പുതിയ തരത്തിലുള്ള ലീഡർഷിപ്പ് സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിൽ സതീശൻ വിജയിച്ചിട്ടുണ്ട്. അത് വിജയിച്ചതിൻ്റെ ഏറ്റവും തെളിവ് അദ്ദേഹത്തിൻ്റെ ആ പുതിയ ഇൻക്ലൂസീവ് പൊളിറ്റിക്സിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് അദ്ദേഹത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വമ്പിച്ച വിജയം നേടാൻ പറ്റിയെന്നുള്ളതാണ്. കോൺഗ്രസ് പാർട്ടിയെ സജീവമായി കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതാണ്. അതുപോലെ തന്നെ സമുദായ സമ്മർദ്ദ ശക്തികളിൽ നിന്ന് പാർട്ടിയെ സംരക്ഷിച്ചു നിർത്താൻ, പാർട്ടിയുടെ ഐഡന്റിറ്റി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു പുറത്തെ ഘടകങ്ങൾ, അതാണ് പാർട്ടിക്ക് പുറത്തെ ഘടകങ്ങൾ. പക്ഷെ പാർട്ടിക്കകത്ത് എത്രത്തോളം മറ്റ് നേതാക്കളുടെ പിന്തുണ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞു എന്നൊരു ചോദ്യമാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്ന സമയത്ത് അദ്ദേഹം വളരെ അഡമന്റായി എടുത്തൊരു നിലപാടുണ്ട്. അതൊരു ആദർശപരമായ നിലപാടാണ്. ആ നിലപാട് വന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിനോട് ചേർന്ന് നിന്ന പല യുവ നേതാക്കളും ചോർന്നു പോകുന്നുണ്ട്, മറ്റൊരിടത്തേക്ക് അവർ ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിനൊരു തുടർച്ചയും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പാർട്ടിക്കകത്തെ പിന്തുണയും പ്രധാനമാണല്ലോ ശ്രീ ബിജുകുട്ടി. അല്ല, അതിൽ ഷാഫി പറമ്പിലെ പോലുള്ള ആളുകൾ വ്യത്യസ്തമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ അതുകൊണ്ട് സതീഷിൻ്റെ നിലപാടിൽ എന്തെങ്കിലും മാറ്റം വന്നോ, സതീഷിൻ്റെ സ്റ്റേച്ചറിന് എന്തെങ്കിലും വ്യത്യാസം വന്നോ, സതീഷിൻ്റെ പദവിക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നോ? അതൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അദ്ദേഹം എടുക്കുന്ന നിലപാട് കുറേ കൂടി ജനകീയമായിട്ടുള്ള അടിത്തറയുള്ള നിലപാടുകളാണ്. കോൺഗ്രസിലൊരു പ്രശ്നം, പല നേതാക്കളും കോൺഗ്രസ് പാർട്ടിയേക്കാൾ കൂടുതൽ തങ്ങളുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അനുയായി വൃന്ദത്തിന് കൂടുതൽ സ്പേസ് നൽകുന്നത്. അത് മിക്കവാറും എല്ലാ കാലത്തും കോൺഗ്രസിലുള്ളതാണ്. ഇപ്പോഴും പല നേതാക്കളും തങ്ങളുടെ അനുയായികൾ എന്താണോ പറയുന്നത്, തങ്ങളുടെ അനുയായികളുടെ താല്പര്യങ്ങൾ എന്താണ്, അത് മുന്നിൽ വെച്ചുകൊണ്ടാണ് പലപ്പോഴും സംസാരിക്കുന്നത്. അതിന് വ്യത്യസ്തമായിട്ടൊരു കൾച്ചർ, ഒരു പൊളിറ്റിക്കൽ കൾച്ചർ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം സതീശൻ ശ്രമിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം നമ്മുടെ നാട് മാറുകയാണ്, നമ്മുടെ സൊസൈറ്റി മാറുകയാണ്, നമ്മൾ പൊളിറ്റിക്സ് മാറുകയാണ്. അപ്പം അതുകൊണ്ട് ഈ സമ്മർദ്ദ തന്ത്രങ്ങൾ കൊണ്ട് മാത്രം വിജയിച്ച് കളയാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നില്ല. അത് സുധാകരനായാലും ശരി, രമേശ് ചെന്നിത്തലയായാലും ശരി, മറ്റാരെങ്കിലും ആയാലും ശരി, അത് വിജയിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം രാഷ്ട്രീയത്തിൻ്റെ മാറ്റം, സൊസൈറ്റിയുടെ മാറ്റം ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഹൈക്കമാൻഡാണ് ഇന്നിപ്പോൾ കോൺഗ്രസിനുള്ളത് എന്നതുകൊണ്ട് തന്നെ കുറേയൊക്കെ നീതിപൂർവമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് വരിക. ഒരു കരുത്തുള്ള ലീഡർഷിപ്പ്, ഒരു ശക്തിയുള്ള ലീഡർഷിപ്പ്, ഒരു മുൻകാഴ്ചയുള്ള കൂടുതൽ ഫോർവേഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ്, അതിനെ കൊണ്ടുവരാൻ കോൺഗ്രസ് ലീഡർഷിപ്പിന് കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ശ്രീ നിസാം സെയ്ദ്, ഇപ്പോൾ
ഹൈക്കമാൻഡിനെ കണ്ട ചില നേതാക്കൾ ഇവിടെ അനാവശ്യമായ ചർച്ചകൾ നടക്കുന്നു എന്നുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു ഇടപെടൽ വേണമെന്നുള്ളത്. ഹൈക്കമാൻഡേതായുള്ള ഇടപെടലിന്റെ ദൃശ്യങ്ങളൊന്നും നമ്മുടെ മുന്നിലില്ല. പക്ഷെ അതിന്റെ ഭാഗമായി നിൽക്കുന്നവരും ഈ തർക്കത്തിൽ ഒരു ഭാഗമാണ് എന്നുള്ളത് ഇനിയും ഈ അടുത്ത ദിവസങ്ങളിലും ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ തുടരും എന്നതിന്റെ സൂചനയല്ലേ? അപ്പോൾ അതിലൊരു അനുമതിയുണ്ട്. ആ അനുമതി മുകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു അനുമതിയാണ്. എന്ത് രൂപത്തിൽ വ്യാഖ്യാനിച്ചാലും സംശയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ചില നേതാക്കളുടെ പ്രതികരണങ്ങൾ, എത്ര ധൈര്യത്തോട് വരുന്ന പ്രതികരണങ്ങൾ അതിന്റെ സൂചനയായി കാണണ്ടേ? അത് സ്മൃതിയുടെ ഒരു അതിവായനയായി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഹൈക്കമാൻഡിൻ്റെ അനുമതിയോടുകൂടിയാണ് ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് അങ്ങനെ വിശ്വസിക്കാനുള്ള എന്തെങ്കിലും തെളിവ് നമ്മുടെ മുമ്പിൽ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. ഹൈക്കമാൻഡിന്റെ ഭാഗമായി തന്നെ നിൽക്കുന്ന ആൾ ഇതിൽ കക്ഷിയാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിൽ കക്ഷിയാണ് എന്ന് വിശ്വസിക്കേണ്ട കാര്യവുമില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേരും ഉയർന്നു വന്ന സ്ഥിതിക്ക് അദ്ദേഹം അതിൻ്റെ അകത്ത് ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹം അയോഗ്യനാണ് എന്ന് വിശ്വസിക്കേണ്ട കാര്യങ്ങളുമില്ല. കേരളത്തിൽ അങ്ങനെ ഒരു പ്രസിഡൻഷ്യൽ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് അല്ല നടന്നത്. പാർലമെൻ്ററി രീതിയിൽ തന്നെ അങ്ങനെ ഷാഡോ ക്യാബിനറ്റിൻ്റെ ചരിത്രമൊന്നും ഇന്ത്യയിലെ പാർലമെൻ്ററി ഹിസ്റ്ററിയിലില്ല. ഇന്ത്യയിൽ അങ്ങനെ ഷാഡോ ക്യാബിനറ്റോ ഷാഡോ മുഖ്യമന്ത്രിയോ ഷാഡോ പ്രൈം മിനിസ്റ്ററോ ഒന്നുമില്ല. നമ്മുടെ അനുഭവങ്ങളിൽ തന്നെ പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായി മുഖ്യമന്ത്രിയാകും. വി ഡി സതീശൻ എല്ലാ തരത്തിലും അതിന് അർഹനാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. വി ഡി സതീശനുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരാളെന്നുള്ള നിലയിൽ വി ഡി സതീശൻ കഴിഞ്ഞ 5 വർഷം നടത്തിയ പോരാട്ടങ്ങൾ വലിയ വിജയം കണ്ടവയാണ്. അദ്ദേഹം തീർച്ചയായും അതിന് അർഹനാണ്. പക്ഷേ നമ്മുടെ പാർലമെൻറ്റ്, നമ്മുടെ ചരിത്രത്തിൽ തീർച്ചയായും പ്രതിപക്ഷ നേതാവ് തന്നെ മുഖ്യമന്ത്രിയാകണം എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. 2011-16 കാലഘട്ടങ്ങളിൽ വി എസ് അച്യുതാനന്ദനായിരുന്നു കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. 2016 അധികാരത്തിലെത്തിയപ്പോൾ അദ്ദേഹവും ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. സ്വാഭാവികമായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം വരുമെന്ന് കരുതിയവർ ധാരാളമായി ഉണ്ടാക്കാം. പക്ഷേ പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയായത്. കോൺഗ്രസ് പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഏതെങ്കിലും ഒരു നേതാവിനെ മുന്നിൽ നിർത്തിയല്ല. പല നേതാക്കന്മാരുണ്ടായിരുന്നു. സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടിക്ക് തങ്ങളുടെ നേതാവിനെ തീരുമാനിക്കാനുള്ളൊരു അവകാശം നമ്മൾ വിട്ടുകൊടുക്കണം. കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. വിജയിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയുടെയും യു ഡി എഫിൻ്റേതുമായിരിക്കും. അതുകൊണ്ട് അവർക്ക് അതിനുള്ള അവസരം നൽകണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഈ തർക്കങ്ങൾ കുറച്ച് ദിവസത്തേക്ക് മാത്രം നിൽക്കുന്നതായിട്ടാണോ ഡോക്ടർ മോഹൻ വർഗീസ് അങ്ങേക്ക് തോന്നുന്നത്? ഇത് തൽക്കാലത്തേക്കൊരു ഇടക്കാലം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഇടവേളയിലെ ഒരു എന്റർടൈൻമെന്റ് എന്നതിൽ കൂടുതൽ കാര്യമായി നമ്മൾ കാണേണ്ടതില്ല. പക്ഷെ ഒരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ട കാര്യമുണ്ട്. അതായത് മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന് ചോദിച്ചാൽ 3 ഡയമെൻഷണൽ കേപ്പബിലിറ്റി ഉള്ള ഒരാളായിരിക്കണം ഐഡിയലി മുഖ്യമന്ത്രി. അതായത് പാർട്ടിയുടെ നേതാവായിരിക്കണം, പാർട്ടിക്ക് പൊതുവെ സ്വീകരിക്കാവുന്ന ഒരു മുഖമായിരിക്കണം, പാർട്ടിയുടെ MLA-മാർക്ക്, അതായത് ലെജിസ്ലേറ്റീവ് പാർട്ടിക്ക് സ്വീകാര്യനായവരായിരിക്കണം. അതാണ് രണ്ടാമത്തെ ഡയമെൻഷൻ. 3 ജനകീയ നേതാവായിരിക്കണം. ഈ 3 കാര്യങ്ങളും ഒരുപോലെയുള്ള ഒരു നേതാവ് സ്വാഭാവികമായി ജൈവികമായി ഉയർന്നു വരുന്നുവെങ്കിൽ അദ്ദേഹമായിരിക്കും മുഖ്യമന്ത്രി. പക്ഷെ ഇവിടെ വി ഡി സതീശൻ തീർച്ചയായും 3ാമത്തെ കൗണ്ടിൽ മുന്നിലാണ്. ജനകീയ ഒരു പ്രതിച്ഛായ ഉണ്ട്. അതായത് നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറയുമ്പോൾ ഈ ജാതി മതവർഗ കക്ഷികൾ, അവരുടെ നേതാക്കന്മാർ ഒക്കെ നടത്തുന്ന ചില തീട്ടൂരങ്ങൾ, അതിനെല്ലാം എതിരെ ധൈര്യപൂർവ്വം പ്രതികരിക്കാൻ തയ്യാറായി വരുന്ന ഒരു കോൺഗ്രസ് നേതാവ്. ഇതൊരു വ്യത്യസ്തതയാണ് സ്മൃതി. ഇത് സാധാരണ കോൺഗ്രസിന്റെ DNA-യിൽ ഉള്ളതല്ല. അങ്ങനെ ഒരു മാറ്റി നിർത്തൽ സാമുദായിക ആചാര്യന്മാരോട് കടക്കുപുറത്തു എന്നൊന്നും പറഞ്ഞില്ല എങ്കിൽ പോലും അവരോട് നിശ്ചിത ദൂരം പാലിക്കാൻ അരമനകളിൽ നിരന്തരം കയറി ഇറങ്ങി നിരങ്ങാതെ തന്റെ അസ്തിത്വം കാത്തുസൂക്ഷിക്കാൻ കഴിയുന്ന അത്യപൂർവം കോൺഗ്രസ് നേതാക്കളെ ഉള്ളൂ. വി ഡി സതീശനും കയറിയിട്ടുണ്ട്, പക്ഷെ നിരങ്ങുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നിട്ടില്ല എന്നാണ് പൊതുജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പൊ നിലപാടുണ്ട്. പക്ഷെ ന്യൂനപക്ഷങ്ങൾ വി ഡി സതീശനെ വലിയ പ്രതീക്ഷയോടെ കാണുന്നു. അതൊരു ബാധ്യതയായി വരുമോ എന്നത് മറ്റൊരു ചോദ്യമാണ്. പക്ഷെ പൊതുവെ ജനകീയ കൗണ്ടിൽ വി ഡി സതീശൻ പൊതുവെ മുന്നിട്ട് നിൽക്കുന്നതായി കാണാം. രമേശ് ചെന്നിത്തല കൺസെൻസസ് പേഴ്സൺ ആണ്. ഒരു തർക്കമുണ്ടായാൽ വെയ്ഫർ തിൻ മാർജിനാണ് ഒരു പക്ഷേ ഉണ്ടാകുന്നതെങ്കിൽ പാർട്ടിക്ക് രമേശ് ചെന്നിത്തലയെ ഗൗരവമായി പരിഗണിക്കേണ്ടി വരും. കാരണം എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്നു. ശക്തമായ നിലപാടുകൾ ചിലപ്പോൾ ഒരു ബാധ്യതയായി വരാം. വി ഡി സതീശൻ നിലപാടുകൾ ആർക്കും ഒരു ബാധ്യതയായി വരാം. നല്ലതാണെന്ന് തോന്നാമെങ്കിലും പ്രതിപക്ഷ നേതാവിന്റെ കേപ്പബിലിറ്റി അല്ല ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടത്. പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഘടകകക്ഷികളുമായി ഡീൽ ചെയ്യുമ്പോൾ അതെല്ലാം വേണ്ടി വരും.
അതേപോലെ ശരി. മൂന്നാമത്തെ ഡയമെൻഷനിൽ KC വേണുഗോപാലാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതായത് പാർട്ടി എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിൽ ഏറ്റവും അധികം പിടിയുള്ളത് KC വേണുഗോപാലിനാണ്. അത് മാത്രമല്ല ലെജിസ്ലേറ്റീവ് പാർട്ടിയിൽ ഉൾപ്പെടെ KC വേണുഗോപാലിന്റെ ഹാൻഡ് പിക്ക് നോമിനീസ് ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിന് പാർട്ടിക്കുള്ളിൽ ഒരു പിടിയുണ്ട് എന്ന് തന്നെ കരുതേണ്ടി വരും. ഈ 3 ഫാക്ടേഴ്സും ഒരുമിച്ച് കൺവേർജ് ചെയ്യുന്ന ഒരൊറ്റ നേതാവ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയും വിശാലമായ അർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നതും. സ്മൃതി, ശരി, നമുക്ക് വരും ദിവസങ്ങളിലും ഒരു പക്ഷേ ഇത്തരം പ്രതികരണങ്ങൾ വരികയാണെങ്കിൽ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരും. വളരെ നന്ദി ശ്രീ ജോർജ് പൊടിപാറ, ശ്രീ NP ചെക്കുട്ടി, ശ്രീ നിസാം സെയ്ദ്, ഡോക്ടർ മോഹൻ വർഗീസ് ചർച്ചയിൽ പങ്കെടുത്തതിന്. കാണാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.